പുസ്തകത്തിൻ്റെ PDF ഫോർമാറ്റിലുള്ള രൂപം വാട്സാപ്പ് വഴി വ്യാപകമായി പ്രചരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ ആ പുസ്തകം വന്നു. അപ്പോൾ അതിൽ താങ്കൾ കുട്ടിക്കാലത്തെ ഓർത്തെടുക്കുന്നു, അച്ഛനെ ഓർത്തെടുക്കുന്നു, അച്ഛൻ്റെ അധ്യാപനം, അതുപോലെ താങ്കളുടെ ജീവിത പരിസരം, ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നു, ഏട്ടനെക്കുറിച്ച് പറയുന്നു, സഹോദരിമാരെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ അങ്ങ് എഴുതി അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച കാര്യം തന്നെ ആയിരിക്കില്ലേ? അല്ല, ഞാൻ എഴുതിയ കാര്യങ്ങൾ അല്ല, ഈ ടെലിവിഷൻ ചാനലിൽ വന്നിട്ടുള്ള കാര്യം, വിവാദമായ കാര്യം അത് എനിക്കറിയാം. ബാക്കി കാര്യങ്ങളൊന്നും ഇവരുടെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എഴുതിയ പുസ്തകത്തിൽ എന്നെക്കുറിച്ചിട്ടുള്ള എല്ലാം വിശദമായ ഒരു ചരിത്രരേഖ തന്നെയാണ്, ഒരു ആത്മകഥ തന്നെയാണ്. ആ ആത്മകഥ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല, ഇനിയും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചയ ദിവസം ആ എഴുത്ത് നിർത്തി അത് പബ്ലിഷ് അതിന് വേണ്ടിയിട്ട് മറ്റു നടപടികളിലേക്ക്. ഈ വളരെ അപൂർവമായ ചില ചിത്രങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ PDF ഫോർമാറ്റിൽ തന്നെ ഉണ്ട്. പിണറായി വിജയനും താങ്കളും നിൽക്കുന്നത്, താങ്കളും EMS നിൽക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കൃത്യമായി അവിടെ എത്തി ഇത് കമ്പോസ് ചെയ്ത് ആ ഒരു പുസ്തക രൂപത്തിലായതുകൊണ്ടാണല്ലോ അതിനെ പുറത്തു വന്നത്. ഞാനിപ്പോൾ പുസ്തകം നോക്കിയാൽ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതെവിടെ നിന്നാണ് ഈ പുസ്തകങ്ങളിൽ ഈ ചിത്രങ്ങൾ വന്നത്, അവരെ അതിന് അധികാരപ്പെടുത്തി, അവർക്കെന്താ അതിന് അധികാരം എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അല്ല, ഇപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് പറഞ്ഞത്, സരിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെയാണല്ലോ അങ്ങ് പറയാത്ത കാര്യങ്ങൾ. ഈ ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് പൂർണ്ണമായും അതങ്ങ് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ എഴുതിയ ഭാഗമേ അല്ല, അതല്ലാത്ത ഭാഗം. അപ്പോൾ അല്ലാത്ത ഭാഗം ഞാൻ നോക്കണം, എന്നാലും എനിക്ക് പറയാൻ കഴിയും. അതിലിപ്പോൾ ഞാൻ ഈ പറയുന്ന എനിക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങയുടെ ജീവിത ചിത്രമാണ് ഇതിലുള്ളത്. എൻ്റെ ആത്മകഥയിൽ എൻ്റെ ജീവചരിത്രമുണ്ട്. അതെങ്ങനെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക? അതാണ് ഇപ്പം ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എൻ്റേത് തന്നെയാണോ, ഞാൻ എഴുതിയത് തന്നെയാണോ ഈ വന്നിട്ടുള്ളത്, അല്ല അത് ഏതെങ്കിലും തരത്തിൽ മാറ്റിയെടുത്തു കൊണ്ടുപോയതാണോ, ഇത് സൂത്രത്തിൽ എങ്ങനെയെങ്കിലും പുസ്തകമാക്കി അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും റാക്കറ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് ഞാനിപ്പോൾ. ഇതിൽ വേറൊരു സാധ്യത പറയട്ടെ, ഇപ്പോൾ താങ്കൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണെങ്കിലോ? അല്ല, ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചത് നടപടി ഇത് ഇത്തരത്തിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശം ഗൂഢാലോചനയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതുപോലെ നടന്നു. മിനിഞ്ഞാന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തി ഇവിടെ ഒരു പണം പിടിച്ചു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന അയാൾ ബാങ്ക് റിക്കാർഡൊക്കെ ഹാജരാക്കി പോലീസ് ന്യായമായിട്ട് അയാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ പണത്തിന് വേണ്ടി അയാളെ ഞാൻ അയച്ചു എന്നും പറഞ്ഞിട്ട് അനിൽ അക്കര എന്ന് പറയുന്നൊരു കോൺഗ്രസ് നേതാവ്, നമ്മുടെ മുരളി, ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് MR മുരളിയാണ് പണം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു. നട്ടാൽ മുളക്കാത്ത കള്ളത്തരം. ഇതാ കോൺഗ്രസ്, അതാ കോൺഗ്രസ് നേതാക്കൾ. ഇങ്ങനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുക, കുഴൽപ്പണം കൊണ്ടുവന്ന് നടക്കുക, പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ നടക്കുക. ഇവിടെ തന്നെ ഈ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 2800-3000 കള്ളവോട്ട് ചേർത്ത്